63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ജില്ലയിലുള്ള ഹക്സനയാണ് ഉള്ളത്. ഹക്സനയുടെ ഇവന്റ് ഏതാണ്? മോണോ ആക്ട്, അറബിക് മോണോ ആക്ട്. ഓക്കെ, എ ഗ്രേഡ് ആണ് ഹക്സന നേടിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മോണോ ആക്ടിന്റെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ? കുഴപ്പമില്ലായിരുന്നു. ഞാൻ പഠിച്ചോണ്ട് എനിക്ക് സിമ്പിളായിട്ട് തോന്നി. നമുക്കൊന്ന് ഒന്ന് ചെയ്താലോ? യാ ഇലാഹി ബാതാബി ഖും യാ ബി ഖും ഖും യാ ബി ലൈസ ലി ഹാജത്തു ഇലൽ ലുഅബ ഹാജത്തു ഇലൈക ഫഖത് ഖും യാ ബി യാ ഇലാഹി ബാതാബി യാ ഇലാഹി ഓക്കെ, എങ്ങനെയാണ് ഹക്സന ഇത്രയും നല്ല മനോഹരമായിട്ട്, ഇതൊരു വേദിയല്ലെങ്കിൽ പോലും ഇപ്പം ഈ ഒരു മൈതാനം ഒരു വേദിയാക്കി മാറ്റാൻ എങ്ങനെ പറ്റി? അത് എന്നെ പഠിപ്പിച്ചത് അബൂബക്കർ സാറാണ്. അപ്പോൾ ആ സാറ് അത്രയും എന്നെ എഫോർട്ട് എടുത്ത് പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് എവിടെ ആയാലും ഒരു പേടിയില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഈ അറബിക് സ്ഥാനം നമുക്ക് പെട്ടെന്ന് മനസ്സിലായിന്ന് വരത്തില്ല. നമ്മുടെ സാധാ പ്രേക്ഷകർക്ക് മലയാളത്തിലൊന്ന് ഇത് തർജ്ജമ ചെയ്ത് കൊടുക്കൂ. തീർച്ചയായും. ഒന്ന് ജസ്റ്റ് മലയാളത്തിലൊന്ന് നമുക്ക് നോക്കാം. പറ്റുമോ? ഓക്കെ, അപ്പം വളരെ മികച്ച ഒരു ടാസ്ക്കാണ് ഞാനിപ്പം ഹക്സനയ്ക്ക് കൊടുത്തേക്കുന്നത്. അറബി സാധനം അല്ലെങ്കിൽ അറബിയിലുള്ള ഒരു മോണാക്ട് പ്രേക്ഷകർക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് തർജ്ജമ ചെയ്യാൻ പോവാം അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ. എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി. എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി. ദൈവമേ, എൻ്റെ അച്ഛൻ മരിച്ചോ? അച്ഛാ, എനിക്കച്ഛാ. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റോറി ആമീഴ്ചൻ തോടിലെ ജോയിയുടെ ഒരു കഥ വെച്ചാണ് ഹക്സന ഇത് തുടങ്ങിയിരിക്കുന്നത്. മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്ത് പെട്ടെന്ന് ആക്കിയതാണ്. ഈ ഒരു ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മലയാളത്തിലോട്ട് പെട്ടെന്ന് ആക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം ഞങ്ങൾക്ക് നല്ല മികച്ച ഒരു സാറാണ് സ്കൂളിലുള്ളത്. സാറാണെങ്കിൽ വർഷങ്ങളായിട്ട് കുട്ടികളെ ഇതുപോലെ കലാരംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ എ ഗ്രേഡ് ഉറപ്പിച്ച് തന്നെ ആയിരുന്നു വന്നത്? എ ഗ്രേഡ് ഉറപ്പിച്ച് തന്നെ വന്നത്. അതേപോലെ ഇപ്പോൾ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സന്തോഷം? ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ കണ്ണിലാണേല ഹക്സനയുടെ ആ അഭിനയത്തിൽ ചേച്ചി ഇങ്ങനെ നിന്ന് നോക്കുകയാണ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടി എന്താണ് ഇങ്ങനെ അഭിനയിക്കുന്ന ആ ചേച്ചിയുടെ മുഖത്ത് ആ ഭാവം ഞാൻ കണ്ടായിരുന്നു. കാരണം ആ കുട്ടിയുടെ അഭിനയം അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഒരു അഭിനയം ചേച്ചിയുടെ മുഖത്ത് കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ കരച്ചിലുകളാണേലും പെട്ടെന്ന് അക്ഷരക്ക് എങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കരയാനും ഹക്സനയുടെ കഴിവാണത് അങ്ങനെ എത്തിക്കുക എന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെ ഇമോഷൻസ് ചെയ്യാൻ പറ്റുന്നത്? അത് സാറ് അത്രയ്ക്ക് എഫോർട്ട് എടുത്ത് ഓരോ സീൻസും ഓരോ ദിവസങ്ങൾ കൊണ്ട് ആണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ വേഗം കരയുന്നത്. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചിരിയൊക്കെ വരുമായിരുന്നോ? ഇല്ല. HS ഫസ്റ്റ് ടൈമാണ്. കരുനാഗപ്പള്ളി പാവമ്പ HS സ്കൂളിലെ ഒരു മികച്ച വിദ്യാർത്ഥിയാണ് ഹക്സന എന്ന് വേണം പറയാൻ. അറബിക് മോണാക്ട് ആണ് ഹക്സന ചെയ്തത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഞാൻ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്നത് മലയാളത്തിലേക്കും പ്രേക്ഷകർക്ക് വേണ്ടി ഹക്സന എത്തിച്ചിട്ടുണ്ട്. കേരള വിഷൻ പ്രേക്ഷകർക്ക് ലഭിച്ച ഏറ്റവും മികച്ച ഒരു സംഭാവനയാണ് ഇപ്പം ഹക്സനയും ടീമിൽ നിന്നും ലഭിച്ചത്. ക്യാമറമാൻ ജിഷ്ണുവിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.